എന്താണ് മോളെ, എന്തോ ഒരു സ്പെഷ്യൽ പൂജയാണെന്ന് തോന്നുന്നു. ആ, നിന്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം നീ ദൈവത്തോട് പറഞ്ഞാണോ? എന്താഗ്രഹം? ലിറ്റിൽ ചാം, നിന്റെ ആഗ്രഹം നീ തന്നെ ഒന്ന് പറഞ്ഞേ. സുബി, ഡോണ്ട് വറി. ആ ആഗ്രഹം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സുബി, നീ ക്രിക്കറ്റ് അങ്കിളിനോട് പറ. ഓ, കുഞ്ഞാവയുടെ കാര്യാണോ? ഞാൻ എന്നും കുഞ്ഞാവിനെ കുറിച്ച് ദൈവത്തിനോട് ചോദിക്കാറുണ്ട്. ദൈവം അത് എത്രയും വേഗം കുഞ്ഞാവേനെ തന്നോളൂ എന്ന്. ഓ, കുഞ്ഞാവയുടെ കാര്യാണോ? എനിക്കൊരു കുഞ്ഞാവ വേണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് ദൈവം അത് തന്നോളും. ഓ, കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ സുബി. ആ കാര്യം നീ ഇതുവരെ വിട്ടില്ലേ സിഹി? സീത, അവളെന്തിനാ അത് വിടുന്നത്? അവള് പറഞ്ഞതിലൊരു കാര്യമുണ്ടല്ലോ. ആ കുഞ്ഞു മനസ്സിന്റെ ആഗ്രഹം ദൈവം പെട്ടെന്ന് നിറവേറ്റും. കറക്റ്റാ. അയ്യോ, ഇതെങ്ങനെയാ? ഈ കാര്യം ഞാൻ സുബിയോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പക്ഷെ ഇവളെങ്ങനെയാ കറക്റ്റായിട്ട് ആൻസർ ചെയ്തത്? അശോക് എങ്ങാനും ഇതിനെപ്പറ്റി പറഞ്ഞു കാണോ? മേ ബി. ഞാനുണ്ട് സുബി നിന്റെ കൂടെ. ശരി, ഇനി എല്ലാവർക്കും കഴിക്കാൻ പോവാം. സിഹി, നിനക്ക് ഇഷ്ടമുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാരും വാ. ഉപ്പുമാവോ? ശരി, വാ, ഭക്ഷണം കഴിക്കാം. എല്ലാരും വരൂ. സുബി, ഒരു മിനിറ്റ്. നീ ഇപ്പൊ ഒന്നും പറയണ്ട. ഞാൻ പറയുന്ന മാത്രം കേട്ടാ മതി. ഈ ബഡിബങ്കരം ആന്റിയില്ലേ, സീതമ്മയ്ക്ക് എന്നും എന്തോ ഒരു ജ്യൂസ് കൊണ്ട് കൊടുക്കാറുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാ സീതമ്മയ്ക്ക് ഒട്ടും വയ്യാതാവും. നീ ഇപ്പൊ ഒന്നും പറയണ്ട. സീതമ്മ ജ്യൂസ് കുടിക്കാതെ നോക്ക്. നീ എന്ത് ചെയ്യാന്നൊന്നും എനിക്കറിയണ്ട. നീ എപ്പോഴും പറയാറില്ലേ ഞാനൊരു പൊട്ടിയാണെന്ന്? നീ ഒരു ബ്രില്യന്റ് ആണെങ്കിൽ ചെയ്ത് കാണിക്കുക. അഥവാ ബുദ്ധിയുള്ളവളാണെങ്കിൽ ഇത് ചെയ്ത് കാണിക്കുക. ചേട്ടാ, സീത ഉണ്ടാക്കുന്ന പോലെ വരുമോന്നറിയില്ല. സീക്ക് ഇഷ്ടമായതുകൊണ്ട് ഉണ്ടാക്കിയതാ. സീത ഉണ്ടാക്കുന്ന പോലൊക്കെ പഠിച്ചാ സിഹി ചോദിക്കുമ്പോ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. സുബി, നീ എന്താ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നേ? ക്യൂട്ടേച്ചിനോട് പറ ഉപ്പുമാവ് സൂപ്പർ ഡൂപ്പർ ആണെന്ന്. നീ ഇങ്ങനെ മിണ്ടാതിരുന്നാ എല്ലാവർക്കും മനസ്സിലാവില്ലേ? ഉപ്പുമാവ് സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ സിഹി സത്യമായിട്ടും വീടിന്റെ വിളക്ക. അതിപ്പോ എന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേ? സിഹി വീട്ടിലുള്ളപ്പോ ഒരു വെളിച്ചം ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞതാ. സീത, നീയും ഇരിക്കെ. വേണ്ടമ്മേ, ഞാനും മേമ്മയും കൂടെ ഒരുമിച്ച്. സീതേ, ഇരിക്കെ. സിഹിയുടെ കൂടെ ഇരുന്ന് കഴിക്ക്. ഇരുന്നേ അവിടെ. ഇതെന്തിനാ? മാഡം, ഇത് നിങ്ങൾ ഡെയിലി കുടിക്കാറുള്ളതല്ലേ? കുടിക്ക് സീത, നിന്റെ ആരോഗ്യത്തിന് നല്ലതാ.
സുബി തടയ്. സീതമ്മയ്ക്ക് മാത്രമല്ലോ. എനിക്കില്ലേ? എനിക്കും കുടിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. സിഹി, അത് അമ്മയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. ഞങ്ങൾക്കും വേണം. ഞങ്ങൾ എല്ലാരും കുടിച്ചോളാന്ന് പറ സുബി. ഞങ്ങൾക്കും വേണം. ഞങ്ങൾ എല്ലാരും കുടിച്ചോളാം. സിഹി, എന്തൊക്കെ ഡിമാൻഡാ നിനക്ക്? ഇതാ, ഈ ജ്യൂസ് കുടിച്ചോ. എല്ലാവർക്കും ജ്യൂസ് വേണ്ടേ? ഇത് തികയില്ലല്ലോ. സിഹി പറഞ്ഞ പിന്നെ അത് ഫൈനല. എല്ലാവർക്കും ജ്യൂസ് വേണം. ശ്വേത, പോയി കൊണ്ടുപോവാ മോളെ. സുബി, ആ ജ്യൂസ് നീ ബഡ്ഡി ബംഗാരി അമ്മ ആന്റിയെ കൊണ്ട് കുടിപ്പിക്കേ. സുബി, എല്ലാവർക്കും ജ്യൂസ് ഞാൻ കൊടുത്തോളാന്ന് പറ. നിന്റെ അടുത്തുള്ള ഗ്ലാസ് ബഡ്ഡി ബംഗാരി അമ്മ ആന്റിക്കും കൊടുക്ക്. എല്ലാവർക്കും ഞാൻ തന്നെ ജ്യൂസ് തരാം. ശരി മോളെ. സിഹി, എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ കളിക്കുവാണോ? കൊടുത്തോളാം സീതമ്മ. എന്ത് കിട്ടിയാലും കളിയാണോ മോളെ നിനക്ക്? താങ്ക് യു മോളെ. താങ്ക്സ് ചക്കരെ. താങ്ക് യു. സുബി, എന്താ കൺഫ്യൂഷൻ ആയിരിക്കുന്നേ? നിന്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ള ഗ്ലാസ് ബഡ്ഡി ബംഗാരി അമ്മ ആന്റിക്ക് കൊടുക്ക്. ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞ എന്നാൽ ഇടത്തെ കയ്യിലുള്ള ഗ്ലാസ്. സുബി, അവരെ കൊണ്ടത് കുടിപ്പിക്കാൻ നോക്ക്. ബഡ്ഡി ബംഗാരി അമ്മ ആന്റി, നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ? ജ്യൂസ് കുടിക്കേ. ഭാർഗവി, അവളങ്ങനെയൊക്കെ പറയുന്നതല്ലേ. കുടിക്കുമോളെ. ആ മേമ, ഗോ ഫോർ ഇറ്റ്. നിർബന്ധിപ്പിക്ക് സുബി. നിങ്ങൾ കുടിക്കുന്നുണ്ടോ അതോ ഞാൻ കുടിപ്പിക്കണോ? കുടിച്ചോളാം. സിഹി, വേഗം ഭക്ഷണം കഴിക്കേ. ഓയ്, നീ എന്തേ കാണിക്കുന്നേ? വേഗം ഭക്ഷണം കഴിക്കേ. ദാ, ഞാൻ വാരിത്തരാം നിനക്ക്.
ഹായ് ഗുഡ് മോർണിംഗ് എവരിവൺ. വാടാ. വാടാ അശോക, നീ എപ്പോഴും ഞങ്ങളുടെ പ്രയാസങ്ങളുടെ കൂടെ നിൽക്കുന്നവനല്ലേ. ഇന്ന് നീ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമാവ്. അത് പിന്നെ ഞാൻ മിസ് ചെയ്യോ സൂരി. നമ്മുടെ സിഹിക്ക് ഇഷ്ടമുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. വാ അശോക് കഴിച്ചേ. കണ്ടു അശോക്, ഇന്നൊരു കാരണവുമില്ലാതെ വീട്ടുകാരെല്ലാം ഭയങ്കര സന്തോഷത്തിലാ. സന്തോഷമായിട്ടിരിക്കട്ടെ സീത, പക്ഷെ അതിന്റെ കാരണം അന്വേഷിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. ഹായ് സിഹി. ഹായ് അശോക് അങ്കിൾ. അയ്യോ, അക്കോശങ്ങളെന്ന് പറ. കറക്റ്റായിട്ട് പറഞ്ഞല്ലോ എന്ന്. അത് കൊള്ളാലോ, ഇതൊക്കെ പഠിച്ചല്ലേ. ദാ, കഴിക്ക്. ഹാവൂ. ഭാർഗവ്, നിനക്കെന്ത് പറ്റി ഭാർഗവ്? എന്തു പറ്റി മോളെ? അത് പിന്നെ അച്ഛാ, ഈ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എന്താ മേമ, എന്ത് പറ്റി? ആർ യു ഓൾറൈറ്റ്? അപ്പോ ഐ എം ഓൾ റൈറ്റ്. നിങ്ങൾ കഴിക്കും, ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം. സിഹി വീണ്ടും വീട്ടിലെത്തിയതുകൊണ്ട് ഈ ഭാർഗവി മേമ്മയ്ക്ക് കഴിക്കാൻ തോന്നുന്നു ഇറങ്ങുന്നില്ലാന്ന് തോന്നുന്നു. ഗ്രാൻഡ്പാ, ദിസ് ഈസ് മൈ ന്യൂ ഫോൺ. റാം ദേശായി സാർ തന്നാ, കൊള്ളാമോ? കാവേരി ചേച്ചി, എനിക്കൊരു ബോട്ടിൽ വെള്ളം തന്നെ. വെള്ളം മാത്രം മതിയോടാ? നിന്നെ ഭക്ഷണം എടുത്തു തരാം. വേണ്ട കാവേരി ചേച്ചി, ഞാൻ പോകുന്ന സ്കൂളില് ഉച്ചയ്ക്ക് ഭക്ഷണവും കിട്ടും അത്രേ. സൂപ്പർടാ മോനെ, ജാക്ക്പോട്ട് അടിച്ചല്ലോ. ജാക്കി, നീ എങ്ങോട്ടാ പോകുന്നേ? അത് എങ്ങോട്ടാണെന്നോ ശ്രീറാം ദേശായി സാറേ ഗ്യാരേജ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞത്. സോ ഐ ഗോ സീ മൈ വർക്ക് പ്ലേസ്. ഓ, എനിക്കും ഇന്ന് ടൈലറിംഗ് ക്ലാസ്സിന് പോണം. കുട്ടിലിംഗം, നീ സ്കൂളിലേക്ക് പോയി ശ്രദ്ധിച്ച് തിരിച്ചു വാ. അവിടെ വലിയ വലിയ വീട്ടിലെ കുട്ടികളൊക്കെ കാണും. അവരോട് വികൃതി കാണിക്കാനും പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കരുത് നീ. എനിക്ക് എന്താ വേറെ പണിയില്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അതെ അതെ. മുത്തശ്ശ, നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നാ മതി. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ടൈലറിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം വരാൻ കേട്ടോ. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം മുത്തശ്ശ. അതെ ഗ്രാൻഡ്പാ, വൈ ആർ യു സൈലന്റ്? സുബി ഇല്ലാതെ ഈ വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ലടാ. പൊടി കലർത്തി കൊടുത്തിട്ട് സീതമ്മയ്ക്ക് തല കറക്കാൻ നോക്കുവല്ലേ. ഇനി നിങ്ങൾ കണ്ടോ, ഈ സിഹിയും സുബിയും കൂടി ചേർന്ന് നിങ്ങളെ ശരിയാക്കി തരാം. സുബി, ഇവിടെ വാ. മര്യാദയ്ക്ക് ഇവിടെ വരാനാ പറഞ്ഞത്. സിഹി, എങ്ങോട്ടേ പോകുന്നേ? വന്ന് കഴിച്ചിട്ട് പോയേ നീ. ഇപ്പൊ വരാൻ സീതമ്മ. സിഹി പറയുന്ന എന്താ സീതമ്മ എനിക്ക് അവിടെ സ്നേഹത്തോടെ ഭക്ഷണം വാരി തരുമല്ലേ?
എന്തിനാ നീ വിളിച്ചേ? അങ്ങോട്ടൊന്ന് നോക്ക്. ഞാൻ ആ ജ്യൂസ് സീതമ്മയെ കുടിക്കാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയോ? കേട്ടാ, ഈ ബഡ്ഡി ബംഗുരമ്മ ആന്റി ഇങ്ങനെ നിൽക്കുന്നേ. പോയി അവരോടൊന്ന് സംസാരിക്കേ. ബഡ്ഡി ബംഗുരമ്മ ആന്റി, നിങ്ങൾക്ക് എന്ത് പറ്റി? കൈ പിടിക്കണോ? ഏയ് വേണ്ട, പോ. തല കറങ്ങുന്നുണ്ടോന്ന് ചോദിക്കേ. തല കറങ്ങുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ജ്യൂസ് കുടിച്ചുകൊണ്ടാ ഇങ്ങനെ തല കറങ്ങി നിക്കുന്നേ. ആ ജ്യൂസ് കുടിച്ചുകൊണ്ടാ നിങ്ങൾക്ക് ഇങ്ങനെ തല കറങ്ങി നിക്കുന്നേ. എങ്കിലും വീട് പോവും കേട്ടോ. സുബി, നീ ഇങ്ങനെ തിരിഞ്ഞു നോക്കല്ലേ, ഡൗട്ട് വരില്ലേ അവർക്ക്? ജ്യൂസിനെ കുറിച്ച് ചോദിക്കാം അവരോട്. സീതമ്മയ്ക്ക് നിങ്ങൾ എന്തിനാ എന്നും ആ ജ്യൂസ് കൊടുക്കുന്നേ? സുബി, ഒരു കഥ പറഞ്ഞു തരുമോന്ന് ചോദിക്കേ. ആന്റി, ഒരു കഥ പറഞ്ഞു തരുമോ? എനിക്ക് ഒരു കഥയും അറിയില്ല. എന്നാ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കേ. എന്നാ ഞാൻ പറയട്ടെ. പണ്ടൊരിടത്തെ ഒരു ആന്റി ഉണ്ടായിരുന്നത്രേ. അവര് വലിയ ദുഷ്ടായിരുന്നത്രേ. അവരെന്നും ഒരു ജ്യൂസില് ഒരു പൊടി കലക്കി ആർക്കോ ഒരാൾക്ക് കൊടുക്കാറുണ്ടത്രേ. ഒരു ദിവസം ആ ജ്യൂസ് അവര് തന്നെ എടുത്ത് കുടിച്ചത്രേ. കുടിച്ച് തലകറക്കം വന്നത്രേ. ബഡിബംഗരി, സൂക്ഷിച്ച്, അവിടെ വെള്ളമുണ്ട്. ബഡിബംഗരമ്മ ആന്റി വീണേ. മേമ, മേമ, അയ്യോ, ബഡിബംഗരമ്മ ആന്റി, മേമ, എന്ത് എന്ത് പറ്റി? പറ്റി? എന്ത് പറ്റി ബഡിബംഗരമ്മ ആന്റി? മേമ, ഭാർഗവ്, ചെറുച്ചാ, ഭാർഗവ് എന്ത് പറ്റി? എന്ത് പറ്റി ഭാർഗവ്? പിടിക്ക്. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് എങ്ങനെയാ മുത്തശ്ശ? സുബി എന്താ കാലാകാലം മുഴുവൻ അവിടെ നിൽക്കോ? അവരുടെ കാര്യം കഴിഞ്ഞിട്ട് അവളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. സുബി കംസ് ഓൺ മുത്തശ്ശ, സോ കൂൾ. മുത്തശ്ശ, ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കല്ലേ? നോക്കൂ മുത്തശ്ശ, സുബി കാരണം നമ്മൾക്ക് എല്ലാവർക്കും നല്ലത് നടന്നില്ലേ? നമ്മൾ ഇനി മുതല് മോഷ്ടിക്കാൻ പോവണ്ട. സർക്കസ് കളിക്കാനും പോകണ്ട മുത്തശ്ശ. എന്താണെന്നോ, ആ ശ്രീറാം ദേശായി സാറ് എന്നെ ടൈലറിംഗ് ക്ലാസ്സിന് വിടുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞാല് എനിക്ക് സ്വന്തമായിട്ട് ഒരു ടൈലറിംഗ് ഷോപ്പ് ഇടാലോ. അല്ല ചെറിയച്ചാ, മേമയ്ക്ക് എന്താ സംഭവിച്ചേ? പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ മാത്രം എന്താ? രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് തലവേദന എന്ന് പറയുന്നുണ്ടായിരുന്നു. BP എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായി കാണും. ചെറിയച്ചാ, ഞാൻ ഡോക്ടറിനെ ഒന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. വേണ്ട വേണ്ട രാമ, വേണ്ട. ടാബ്ലറ്റ്സ് ഉണ്ട്, ഞാൻ കൊടുത്തോളാം. ഡോൺ വറി. ചെറിയച്ചാ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നെ വിളിക്കണം കേട്ടോ. ഡെഫിനറ്റ്ലി. താങ്ക് യു.
ഇവർക്ക് എന്താ പറ്റിയത്? എന്ന് സീത തലകറങ്ങി വീഴുമായിരുന്നു, ഇന്ന് ഇവര് തലകറങ്ങി വീഴുന്നെന്താ? പറ മോളെ. എനിക്ക് എന്റെ വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട്.